നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി കുവൈറ്റ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്നവർക്കുള്ള കോവിഡ് നിബന്ധനകളിൽ കൂടുതൽ ഇളവ് അനുവദിക്കാൻ തീരുമാനം കൈക്കൊണ്ടതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിവാരം ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അധികൃതർ എടുത്തത്. ഇളവുകൾ ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ അറിയിപ്പ് പ്രകാരം 2 ഡോസ് വാക്സിൻ എടുത്തവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപും കുവൈറ്റിലെത്തിയ ശേഷവും കോവിഡ് PCR പരിശോധന നടത്തേണ്ടതില്ല. ഒപ്പം രാജ്യത്തെത്തിയ ശേഷമുള്ള ക്വാറന്റൈനിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. സർക്കാർ വക്താവും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ തലവനുമായ താരിഖ് അൽ മസ്റമാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയത്. എന്നാൽ പൂർണ്ണമായി വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്ക് കുവൈറ്റിലേക്ക് വരാൻ യാത്ര പുറപ്പെടുന്ന സമയത്തിന് 72 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് PCR പരിശോധനാ ഫലം നിർബന്ധമാണ്. കുവൈറ്റിലെത്തിയ ശേഷം 7 ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ക്വാറന്റൈൻ അവസാനിപ്പിക്കാൻ വീണ്ടും PCR പരിശോധന നടത്തുകയും വേണം. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും പുതിയ ഇളവുകൾ ലഭിക്കുന്നത്. അതേസമയം കുവൈറ്റിൽ 2021 നവംബർ 24 മുൻപ് അനുവദിച്ചിട്ടുള്ള വാണിജ്യ സന്ദർശന വിസകൾ തൊഴിൽ വിസ ആർട്ടിക്കിൾ 18 മാറ്റുന്നതിന് മാൻപവർ പബ്ലിക് അതോറിറ്റി അനുവദിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം വാണിജ്യ സന്ദർശന വിസ തൊഴിൽ വിസ ആർട്ടിക്കിൾ 18 മാറ്റുന്നതിന് കൊറോണ എമർജൻസി ഉന്നത സമിതിയാണ് നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് രാജ്യത്ത് തുടരുന്ന വാണിജ്യ സന്ദർശന വിസയിലെത്തിയ എല്ലാ വിദേശികൾക്കും തൊഴിൽ വിസയിലേക്ക് മാറ്റുന്നതിനുള്ള കാലാവധി നീട്ടിയതായും അതോറിറ്റി ചെയർമാൻ അഹമ്മദ് അൽ മൂസ അറിയിച്ചു. സർക്കാർ വിജ്ഞാപനം 2020-21 അനുസരിച്ച് 2021 നവംബർ 24 മുൻപ് അനുവദിച്ചിട്ടുള്ള വാണിജ്യ സന്ദർശന വിസയിലെത്തിയവർക്ക് തൊഴിൽ വിസ ആർട്ടിക്കിൾ 18 മാറ്റുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പുതിയ ഉത്തരവ് മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്.